Dear students, at the end of the last class we discussed about isochoric process. Then the next topic is reversible and irreversible process. What are the differences between reversible and irreversible process? A process in which change is carried out slowly, that the system and the surroundings are always in equilibrium, is called a reversible process. അതായത് രണ്ട് ഡയറക്ഷനിലേക്ക് നടക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു അടച്ചു വെച്ച പാത്രത്തിൽ വാട്ടർ എടുത്ത് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നീരാവി ഉണ്ടാവും. നീരാവി ഈ പാത്രത്തിൻ്റെ അടുപ്പിൽ വന്ന് തട്ടി ഇത് വീണ്ടും താഴെ ലിക്വിഡായിട്ട് മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഇതെന്തായിട്ട് ലിക്വിഡായിട്ട് മാറും. കുറേ കഴിയുമ്പോഴേക്കും ഈ ലിക്വിഡും ഈ വാട്ടർ വേപ്പറും തമ്മിലൊരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരുന്നു, അല്ലെ, സന്തുലനാവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇക്വിലിബ്രിയം മീൻസ് സന്തുലനം. അപ്പോൾ അവിടെ എന്താണ് റിവേഴ്സ് പ്രോസസ്സ്, രണ്ട് പ്രോസസ്സ് എന്താണ് ഒരേ ഡയറക്ഷനിലോട്ട് ഇങ്ങനെ നടന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, അവിടെ ഒരു സന്തുലനാവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. A process in which the change is carried out slowly, that the system and the surroundings are always in equilibrium, is called a reversible process. Irreversible process, a process which occurs suddenly or spontaneously such that it does not remain in equilibrium with the transformation. ഒരേ ഡയറക്ഷനിലേക്ക് മാത്രം നടക്കുന്നതാണ്. അതായത് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ സന്തുലനാവസ്ഥയിൽ എത്തിച്ചേരാതെ ഒരേ ഡയറക്ഷനിലേക്ക് മാത്രം നടക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വിളിക്കും. Then work and heat, രണ്ടും ഫോം ഓഫ് എനർജിയാണ്. Whenever a system changes from one state to another, the energy of the system also changes. Energy changes can occur either as heat or as work. Work is a form of energy that flows across the boundary of the system as a result of difference in pressure. Heat is a form of energy that flows across the boundary of the system as a result of difference in temperature. Passes from a hot body to a cold body. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വർക്ക്, ഹീറ്റിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഹീറ്റ് എന്താണ്? ഇസ് എ ഫോം ഓഫ് എനർജി, ഒരു എനർജിയുടെ ഒരു ഫോമാണ്. ദാറ്റ് ഫ്ലോസ് അക്രോസ് ദ ബൗണ്ടറി ഓഫ് എ സിസ്റ്റം ആസ് എ റിസൾട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഇപ്പം നമ്മളൊരു ഹോട്ടായിട്ടുള്ള വാട്ടർ നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഹോട്ടായിട്ടുള്ള വാട്ടർ കോൾഡ് വാട്ടറിൽ തണുപ്പിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതായിട്ടൊന്ന് ഓർത്ത് നോക്കിയിട്ട് രാവിലെ ബോട്ടിലിനകത്ത് വെള്ളം എടുക്കാൻ വേണ്ടി തണുപ്പിക്കാൻ എടുത്ത് വെച്ചിരിക്കുക. കുറേ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ വാട്ടർ എന്തായിട്ട് മാറും? ഹോട്ടായിട്ട് കാണപ്പെടുന്നതാണ്. എന്താ കാര്യം? എന്താ? ഇത് ഹോട്ടായിരുന്നു, ഓൾറെഡി ഹോട്ടായിരുന്നു, ഇത് കോൾഡായിരുന്നു. ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി. ഹീറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇനി ഇവിടുത്തെ ഹീറ്റും തുല്യമാകുമ്പോൾ ഈ ട്രാൻസ്ഫറൻസ് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. അതായത് ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ ട്രാൻസ്ഫറൻസ് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യുന്നു? സ്ലോ ആയി പോകും. അപ്പോൾ ഇതിനെ നമുക്ക് സിസ്റ്റം എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? സറൗണ്ടിങ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഹീറ്റ് ഗിവൺ ഔട്ട് ഫ്രം ദ സിസ്റ്റം, അല്ലേ? ഹീറ്റ് ഈസ് ഗിവൺ ഔട്ട് ഫ്രം ദ സിസ്റ്റം, അല്ലെങ്കിൽ ഹീറ്റ് ഇവോൾവ്ഡ് ഫ്രം ദ സിസ്റ്റം ബൈ ദ സിസ്റ്റം. ഇവിടെ നിന്ന് ഹീറ്റ് എന്ത് ചെയ്തു? ഇവോൾവ് ചെയ്തു, അല്ലേ? അപ്പം നമുക്ക് നോക്കാം, ഇവിടെ എന്ത് ചെയ്തു? സറൗണ്ടിങ്സിന് ഹീറ്റ് എന്ത് ചെയ്തു? കിട്ടി. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. സൈൻ കൺവെൻഷനിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിലേക്ക് ഒരു സിസ്റ്റം, ഇതിപ്പോൾ ഒരു സിസ്റ്റമാണ്, ഈ സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് പുറത്തേക്ക് പ്രവഹിച്ചു കഴിഞ്ഞപ്പോൾ ഹീറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് ക്യൂ. ഇവിടുത്തെ ഹീറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ, ഹീറ്റ് ഇവോൾവ്ഡ് ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ഹീറ്റിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവാണ്. ഇനി നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണ്, ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഹീറ്റ് എന്ത് ചെയ്യും? അളവ് കൂടും. അളവ് കൂടുമ്പോൾ ഇവിടുത്തെ ഹീറ്റിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട്. അതാണ് ഇവിടുത്തെ സൈൻ കൺവെൻഷനിൽ പറയുന്നത്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഈസ് എ ഫോം ഓഫ് എനർജിയാണ്. ഇറ്റ് ഫ്ലോസ് ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി ആസ് എ റിസൾട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ.
ദെൻ ഇനി ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം, സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കിട്ടുകയാണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ പോസിറ്റീവും, ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് ഇവോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്യൂവിൻ്റെ വാല്യൂ എന്താണ്, നെഗറ്റീവുമാണെന്ന് പറയും. അടുത്തതാണ് വർക്ക്. വർക്ക് ഈസ് ഓൾസോ എ ഫോം ഓഫ് എനർജി ദാറ്റ് ഫ്ലോസ് അക്രോസ് ദ ബൗണ്ടറി ഓഫ് എ സിസ്റ്റം ആസ് എ റിസൾട്ട് ഓഫ് ഡിഫറൻസ് ഇൻ പ്രഷർ. അപ്പം നമുക്കതിന് വേണ്ടി നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ ഇതിന് മുൻപ് പറഞ്ഞതാണ്. നമ്മളൊരു ചെറിയൊരു സിലിണ്ടർ എടുക്കുന്നു, ആ സിലിണ്ടറിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗ്യാസ് നിറച്ചു. അപ്പം ഞാൻ ഇവിടെ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്, പിസ്റ്റൺ ഒരു അടപ്പുള്ള ഒരു പിടിയാണ്, ഒരു പിടിയുമായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും ഭാഗത്ത് എന്താണ് വ്യാപ്തം, ഗ്യാസിൻ്റെ വോളിയമാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്നും പ്രഷർ, ഈ ഗ്യാസിൻ്റെ പ്രഷറാണ്, ഇതിനുള്ളിലെ ഗ്യാസിൻ്റെ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഈ പിസ്റ്റണിലേക്കൊരു മർദ്ദമുണ്ടാവും, പ്രഷർ അപ്ലൈ ചെയ്യും, പിസ്റ്റൺ പുറത്തോട്ട് തള്ളും. അപ്പോൾ വ്യാപ്തം എന്ത് ചെയ്യും, കൂടും. ഓക്കെ ആണല്ലോ. ഇനി പുറത്തെ പ്രഷറാണ്, ഇവിടുത്തെ എക്സ്റ്റേണൽ പ്രഷറാണ് കൂടുതലെങ്കിൽ പിസ്റ്റൺ എന്ത് ചെയ്യും, അകത്തേക്ക് തള്ളും. അപ്പോൾ ഇതിനെ നമുക്ക് ഇനിഷ്യൽ വോളിയം എന്ന് പറയാം. ഇതിനെ നമുക്ക് എന്ത് പേര് പറയാം, ഇനിഷ്യൽ വോളിയം എന്ന് പറയാം. അപ്പോൾ ഈ എക്സ്റ്റേണൽ പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ എന്ത് ചെയ്യും, അകത്തേക്ക് തള്ളി ഇവിടെയാകും ഈ അടപ്പ്. ശരിയാണല്ലോ. അപ്പോൾ വ്യാപ്തം എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു, വോളിയം എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ഇപ്പോൾ ഫൈനൽ വോളിയം എത്രയാണെന്ന് പറഞ്ഞു, VF ആണെന്ന് പറഞ്ഞു. ഇനി ഇതാണ് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇത്രയും ഏരിയ അവിടെ വരെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ പിസ്റ്റണിലേക്കൊരു വർക്ക്, നമ്മളിപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തപ്പോൾ സിസ്റ്റത്തിലേക്ക് നമ്മളൊരു വർക്ക് കൊടുത്തു, ശരിയല്ലേ. ഇവിടുത്തെ പ്രഷറിനനുസരിച്ചാണെന്നാണ് വർക്ക് നടക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഈ എക്സ്റ്റേണൽ പ്രഷർ കൂടിക്കഴിഞ്ഞപ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്തു, അകത്തേക്ക് തള്ളി, അതായത് സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്തു, അല്ലേ. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. അപ്പോൾ W എന്തായിരിക്കും, പോസിറ്റീവ്. ഇനി ഇൻറ്റേർണൽ പ്രഷർ, ഗ്യാസിൻ്റെ പ്രഷറായിരുന്നു കൂടിയതെങ്കിൽ പിസ്റ്റൺ പുറത്തേക്ക് തള്ളുമായിരുന്നു. അപ്പോൾ അവിടുത്തെ വർക്ക് എന്ത് ചെയ്തു, വർക്ക് കുറയുന്ന നെഗറ്റീവ് സൈനാണ് അവിടുത്തെ വർക്കിന്. അതായത് സിസ്റ്റമാണ് വർക്ക് ചെയ്തെങ്കിൽ Wൻ്റെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ എന്തായിട്ട് വരും, നെഗറ്റീവ് എന്ന് പറയുന്നു. ഇതാണ് നമ്മൾ വർക്കും ഹീറ്റും തമ്മിലുള്ള ഒരു സ്റ്റഡി. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ഫ്ലോസ് അക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം ആസ് എ റിസൾട്ട് ഓഫ് പ്രഷർ, ഡിഫറൻസ് ഓഫ് പ്രഷർ. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ W പോസിറ്റീവും, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ Wനെ നമ്മൾ ഏത് വാല്യൂ ആയിട്ട് കാണുന്നത്, നെഗറ്റീവ് എന്നും പറയുന്നു. ഓക്കെ, ഇനി അടുത്തത് പ്രഷർ വോളിയം വർക്കാണ്. പ്രഷർ വോളിയം വർക്ക്. It is the work done when the system expands or contracts against the external pressure. എന്താണ് പ്രഷർ വോളിയം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഷർ കൊടുത്തപ്പം വോളിയം എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഗ്യാസ് എന്ത് ചെയ്തു, വ്യാപ്തം എന്ത് ചെയ്തു, കൂടുകയും കുറയുകയും ചെയ്തു. അപ്പോൾ വർക്ക് ഡൺ വെൻ ദ സിസ്റ്റം എക്സ്പാൻഡ്, വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ എന്ത് ചെയ്യും, സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യും, അതായത് ഗ്യാസ് വികസിക്കും, അതല്ലെങ്കിൽ ഗ്യാസ് എന്ത് ചെയ്ത് ചുരുങ്ങും, അതായത് വോളിയം കുറയും, അതല്ലെങ്കിൽ വോളിയം കൂടും. എഗെൻസ്റ്റ് ദ എക്സ്റ്റേണൽ പ്രഷർ, ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തപ്പോൾ വോളിയം എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു, അതായത് ഗ്യാസ് എന്ത് ചെയ്തു, കോൺട്രാക്ട് ചെയ്തു, കംപ്രസ് ചെയ്തു. Consider a cylinder provided with a piston having an area of cross section A. Let the gas of volume V enclosed in the cylinder. The pressure acting on the piston is P. When the internal pressure is slightly more than the external pressure, the gas expands. As a result, the piston moves a very small distance dl. Then the volume change in volume dV is equal to A into dl. We know that pressure is equal to force by area. Pressure എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എങ്ങനെയാണ്, പ്രഷർ ഇൻറ്റു ഏരിയ. ദാറ്റ് ഈസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും, P ഇൻറ്റു A. If a work dW is done by the small movement of the piston, dW is equal to force into distance. അപ്പോൾ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരു സിലിണ്ടർ എടുത്തു, അവിടെ ഒരു പിസ്റ്റൺ വെച്ചു,
മൂവബിൾ പിസ്റ്റൺ ആണ്. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും വോളിയം ഇത്രയുമാണ്. അതിൻ്റെ ഇവിടുത്തെ വ്യാപ്തം വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ബി ആണ്. അവിടെ ഒരു പ്രഷർ പി ആണ്. ഇനി അടുത്ത് നോക്കുക. വെൻ ദ ഇൻറ്റേർണൽ പ്രഷർ ഈസ് സ്ലൈറ്റ്ലി മോർ ദാൻ ദ എക്സ്റ്റേണൽ പ്രഷർ. ഈ ഗ്യാസിൻ്റെ പ്രഷറാണ് കൂടുതലെങ്കിൽ ഇതെന്ത് പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? മർദ്ദം കൂടുമ്പോൾ ഈ പിസ്റ്റണിലേക്കാണ്, ഈ ഒരു അടപ്പിലേക്കാണ് ഈ മർദ്ദം വരുന്നത്. അപ്പോൾ ഈ അടപ്പ് എന്ത് ചെയ്യും? പുറകോട്ട് തള്ളും. ഇപ്പോൾ നമ്മൾ പാത്രം അടച്ച് വെച്ച് തിളപ്പിക്കുമ്പോൾ പാത്രം ഇരുന്ന് അതിൻ്റെ അടപ്പിരുന്ന് അനങ്ങുമല്ലോ, പുറത്തോട്ട് തള്ളുന്ന ടെൻഡൻസി ഉണ്ടാകുന്ന കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഈ പിസ്റ്റൻ്റെ അടപ്പ് എന്ത് ചെയ്യുന്നു? പുറകിലേക്ക് തള്ളുമ്പോൾ ഗ്യാസ് എന്ത് ചെയ്യുന്നു? ഈ വോളിയം ഇവിടെ വരെ വരുന്നു. ഇപ്പോൾ പിസ്റ്റൺ ഇവിടെയാണ് ഇരിക്കുന്നത്. അതായത് ഗ്യാസിൻ്റെ വോളിയം എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു. ഇപ്പോൾ വോളിയം ഇവിടെയായി, വി എഫ് ഇവിടെയും ഇത് വി ഐയുമാണ്. ഓക്കെ. ഇനി ഇത് തമ്മിലുള്ള ഇത്രയും ഡിഫറൻസ് ആണ് കടന്നു വന്നത്. ഈ സ്മോൾ ഡിസ്റ്റൻസ് ആണ് എന്താണ്? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത്. അതിനെ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തു? ഡി എൽ എന്ന് ഡിനോട്ട് ചെയ്തു. Then the change in volume dV is equal to area of cross sectionും ചേഞ്ച് ഇൻ വോളിയം എത്രയാണ്? ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ആ ചേഞ്ച് ചെറിയതായിട്ടുണ്ടായ ഡിഫറൻസ്. അപ്പോൾ എ ഇൻറ്റു ഡി എൽ. ഇനി പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. ഫ്രം ദിസ് ഇക്വേഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ എത്രമാത്രം ഫോഴ്സ് കൊടുത്തു നമുക്കറിയണമെന്നുണ്ടെങ്കിൽ, എത്ര ഫോഴ്സാണ് ആ അകത്തുനിന്ന് ആ പിസ്റ്റണിലേക്ക് തള്ളൽ വന്നത്, എത്ര ഫോഴ്സ്, എത്രമാത്രം ശക്തി അവിടെ വന്നു? പി ഇൻറ്റു എ, അവിടുത്തെ പ്രഷർ ഇൻറ്റു എ ചെയ്താൽ മതി. ഇനി ഇഫ് വർക്ക് ഡി ഡബ്ല്യു ഈസ് ഡൺ ബൈ ദ സ്മോൾ എമൗണ്ട് ഓഫ് ദ പിസ്റ്റൺ. ഇപ്പോൾ ഇവിടെ ആരാണ് ഈ വർക്ക് ചെയ്തത്? പിസ്റ്റണാണ് വർക്ക് ചെയ്തത് അല്ലേ? ബൈ ദ പിസ്റ്റൺ, ആ പിസ്റ്റൺ അല്ലെങ്കിൽ ആ സിസ്റ്റമാണ് വർക്ക് ചെയ്തത്. ദെൻ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. എത്രമാത്രം വർക്കാണ് അവിടെ ചെയ്തത്? എത്ര വർക്കാണ് ചെയ്തത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അവിടെ ചെയ്ത വർക്ക്. അങ്ങനെയാണെങ്കിൽ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇവിടുത്തെ സിസ്റ്റം ചെയ്ത വർക്ക് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് മൈനസ്. ഇനി ഇവിടെ എന്താണ്? ഫോഴ്സിന് പകരം നമുക്കിവിടെ എന്താണ്? പി ഇൻറ്റു എ ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? ഡി എൽ. ഇതാണ് അവിടെ നടന്നിരിക്കുന്ന വർക്ക്. അപ്പോൾ എത്ര വർക്കാണ് അകത്തുനിന്ന് നടന്നിരിക്കുന്ന വർക്ക്? എന്താണ്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. പി പ്രഷർ, അവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അവിടെയുള്ള എത്രത്തോളം ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു ആ വോളിയമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. പി ഇൻറ്റു എ ഇൻറ്റു ഡി എൽ. ദെൻ അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ഡി എൽ ഇസ് ഈക്വൽ ടു ഡി വി. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി എന്ന് പറയുന്നു. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് പി ഡി വി എന്ന് പറയും. അപ്പം നമ്മുടെ ഇക്വേഷന് എ ഇൻറ്റു ഡി എൽ എന്ന് പറയുന്നത് പി ഡി വി ആണെന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു. ഇതാ എ ഇൻറ്റു ഡി എൽ എന്ന് പറയുന്നത് എന്താണ് നമ്മളോട് പറഞ്ഞു? എ ഇൻറ്റു ഡി എൽ എന്ന് പറയുന്നത് ഡി വി ആണെന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡി ഡബ്ല്യൂയുടെ ഇക്വേഷൻ ഇതായിരുന്നു. അപ്പോൾ മൈനസ് പി ഇൻറ്റു എ ഇൻറ്റു ഡി എൽ എന്ന് പറയുന്നിടത്ത് എ ഇൻറ്റു ഡി എല്ലിന് പകരം ഡി വി കൊടുത്തു. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വന്നു? ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു ഡി വി. ആ ഇക്വേഷനാണ് അവിടെ നമ്മളെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇതാ ഈ കാണുന്നത് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി എന്ന് വന്നു. വർക്ക് ഇഫ് ദ വോളിയം ഓഫ് ദ സിസ്റ്റം ചേഞ്ചസ് ഫ്രം V1 to V2 ദ ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ മൈനസ് പി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ പി ഡെൽറ്റ വി. അതായത് ഒരു വോളിയം ചേഞ്ച് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഇൻ്റഗ്രൽ അവിടെ കൊടുത്തത്. അപ്പോൾ നോക്കുക, ഈ പിസ്റ്റണിൽ നിന്നും നമുക്ക് നേരത്തെ അറിയാം ഒരു വർക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിസ്റ്റൺ ഇവിടെയായിരുന്നു, അവിടെ ആയിരുന്നപ്പോൾ വോളിയത്തിന് നമ്മൾ V1 എന്ന് കൊടുത്തു. അപ്പോൾ അത് ഇവിടോട്ടൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ വർക്ക് ചെയ്തപ്പോൾ വോളിയം ഇവിടെയായിട്ട് വന്നു. ഈ വോളിയം V2 ആണ്.
അപ്പം നമുക്കവിടെ ഉണ്ടായ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V2 മൈനസ് V1 ആണ്. അപ്പോൾ ഈ V2 മൈനസ് V1 ആണ് PdV എന്ന് പറയുന്നത്, അല്ലേ? ചേഞ്ച് ഇൻ വോളിയമാണ് V2 മൈനസ് dV ആണ് PdV. അപ്പം നമുക്കതിനെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഇൻ്റഗ്രൽ അവിടെ കൊടുത്തത്. ആ ചേഞ്ച് ഉണ്ട് എന്നറിയാം, അതായത് V1-ൽ നിന്ന് V2-ലേക്ക് ചേഞ്ച് ചെയ്തു എന്നറിയിക്കാൻ വേണ്ടിയാണ് ആ ഇൻ്റഗ്രൽ അവിടെ കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, എന്താണ്? W ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ PdV, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ്. ഇനി W ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് പി ഇൻ്റഗ്രൽ dV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V2 മൈനസ് VV. ഈ ചേഞ്ച് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഇൻ്റഗ്രൽ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു W ഈസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ V എന്ന് പറയുന്നത്. W is equal to minus P delta V. അപ്പോൾ ചേഞ്ച് ഇൻ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം is equal to W is equal to minus P delta V എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻറ്റേർണൽ എനർജി. Every substance possesses a definite amount of energy by virtue of its constitution. ഏതൊരു വസ്തുവിനും ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായ എനർജിക്ക് പറയുന്ന പേരാണ് ഇൻറ്റേർണൽ എനർജി. നമ്മുടെ ഉള്ളിലുണ്ടൊരു ഇൻറ്റേർണൽ എനർജി, നമുക്കുണ്ട് ഇൻറ്റേർണൽ എനർജി, അല്ലേ? നമുക്കൊരു ജോലി ചെയ്യാൻ ആവശ്യമായ നമ്മുടെ എനർജിക്ക് പറയുന്ന പേരാണ് എന്ത്? ഇൻറ്റേർണൽ എനർജി. This energy possessed by the system is called internal energy or intrinsic. വേറെ വാക്കാണ് intrinsic energy. It is denoted by the letter E O U. It is the sum of the translational kinetic energy, rotational kinetic energy, vibrational kinetic energy, electronic energy, nuclear energy and the interaction of energy of the molecule. ഒരു മോളിക്യൂളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മോളിക്യൂളിന് വൈബ്രേഷൻ ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, വൈബ്രേഷണൽ എനർജി ഉണ്ട്, റൊട്ടേഷണൽ എനർജി ഉണ്ട്, ഇലക്ട്രോണിക് എനർജി ഉണ്ട്, ന്യൂക്ലിയർ എനർജി ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ സമ്മാണ് എന്തെന്ന് പറയുന്ന ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഈസ് ദ സം ഓഫ് ദ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, വൈബ്രേഷണൽ എനർജി, ഇലക്ട്രോണിക് എനർജി ആൻഡ് ന്യൂക്ലിയർ എനർജി. ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു ET plus ER plus EV plus EE plus EN plus EI etc. Next is change in internal energy. It is the heat evolved or absorbed in reaction occurring at a constant temperature and pressure. ഇപ്പോൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ വർക്ക് ചെയ്യാൻ ആവശ്യം, നമുക്കിപ്പോൾ ആദ്യം വർക്ക് ചെയ്യാൻ ആവശ്യം ആദ്യം ഒരു എനർജി ഉണ്ട്, അതിനെ നമ്മൾ U1 എന്ന് വിളിക്കുന്നു. നമ്മൾ വന്ന് സംസാരിച്ച് കുറേ സമയം കഴിയുമ്പോഴേക്കും നമ്മളുടെ അടുത്തൊരു സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. നമ്മളുടെ എനർജി എന്ത് ചെയ്തു? സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനർജി എന്ത് ചെയ്തു? കുറഞ്ഞു, U2 ആയിട്ട് കുറഞ്ഞു. എത്രമാത്രം എനർജി കുറഞ്ഞു? ഡിഫറൻസ് എത്രയാ? U2 മൈനസ് U1. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ U. യുവിന് പകരം നമുക്ക് E വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ എന്താണ്? നമ്മൾ E കൊടുക്കുകയാണെങ്കിൽ എനർജി, നമ്മുടെ ആദ്യത്തെ എനർജി E1 ആണ്. പിന്നെ കുറേ സമയം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എനർജി E2 ആയിട്ട് മാറി. എത്രമാത്രം ഡിഫറൻസ് അവിടെ വന്നു? E2 മൈനസ് E1, അതായത് ഡെൽറ്റ E. ഓക്കെ, ദി ഡെൽറ്റ E ഈസ് കോൾഡ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അതായത് ഇൻറ്റേർണൽ എനർജി ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് എത്ര കൺവേർട്ട് ചെയ്തു, എത്ര എനർജി മാറി, ചേഞ്ച് ചെയ്തു, അതാണ് ചേഞ്ച് ഇൻ എനർജി. The internal energy change of a reaction is determined with the help of bomb calorimeter. Internal energy കണ്ടുപിടിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരാണ് ബോംബ് കലോറിമീറ്റർ. തെർമോഡൈനാമിക്സിന് കുറേ നിയമങ്ങളുണ്ട്. അത് ഒന്ന് 0th ലോ ഉണ്ട്, ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്, തേർഡ് ലോ ഉണ്ട്, അങ്ങനെ 4 ലോസ് ഉണ്ട്. അതിലെ ആദ്യത്തെ ലോയാണ് 0th ലോ. 0th law states that when two bodies have equally of temperature with a third body, they in turn have equalities with each other. If two bodies A and B are in thermal equilibrium with the another body C, but then the bodies A and B will also be equilibrium with each other. The principle of thermometer is called 0th law. അപ്പോൾ എന്താണ് 0th law പറയുന്നത്? അപ്പോൾ 3 ബോഡീസ് ഉണ്ട്, 3 വസ്തുക്കളുണ്ട്, A
ബി, സി. എയും ബിയുടെയും തെർമൽ ഇക്വിലിബ്രിയം, എ ആൻഡ് ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ദി ബോഡി സി. അതുപോലെ എ ആൻഡ് സി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ബി. അപ്പോൾ ഇവർ 3 പേരും എന്താണ്, പരസ്പരം എന്താണ്, സന്തുലനാവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ് 0th ലോയിൽ പറയുന്നത്. വെൻ 2 bodies have equality of temperature with the third body, they in turn have equalities with each other. This law is called third law of 0th law of thermodynamics. ഇത്രയും പോർഷൻസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നോട്ട് തന്നിരിക്കുന്നത്. അത്രയും നോട്ട് കൂടി കംപ്ലീറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക.